മഹാകവി കുമാരനാശാന്റെ 154-ാം ജന്മവാർഷിക ദിനാഘോഷം ഏപ്രിൽ 28, 29, 30 തീയതികളിൽ കായിക്കര ആശാൻ സ്മാരകത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലാസാഹിത്യ മത്സരങ്ങൾ, കാവ്യാർച്ചന, സാഹിത്യ സംവാദം, യുവകവി പുരസ്കാര സമർപ്പണം, ജന്മദിന സമ്മേളനം, പ്രൊഫഷണൽ നാടകം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിക്കുക എന്ന് ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. 154-ാമത് ജന്മദിനാഘോഷം 28, 29, 30 തീയതികളിലായി നടത്തുകയാണ്. ആ പരിപാടിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സമൂഹത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയാണ് ഇത്തരത്തിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. സാമ്പത്തികമായ നല്ല ഞെരുക്കത്തിലാണ് നമ്മൾ ഈ വർഷം നമ്മുടെ വാർഷികം നടന്നു പോകുന്നത്. തിരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് നമുക്ക് തരേണ്ടിയിരുന്ന ഗ്രാൻഡ് നമുക്ക് ലഭിച്ചില്ല. ട്രഷറി ബാണും മറ്റുമൊക്കെ ആയപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ കാലമായി നമ്മൾ കളക്ഷൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കളക്ഷനും ഇറങ്ങി. ഇപ്പോൾ ഇത് നടത്തിയെടുക്കണമെങ്കിൽ ഒരു 3-4 ലക്ഷം രൂപ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഈ 4 ലക്ഷം രൂപ നമ്മൾ ജനങ്ങളിൽ നിന്ന് കുറേ പൈസ സമാഹരിച്ചിട്ടുണ്ട്. ബാക്കി തുക നമ്മുടെ ഗവേണിംഗ് ബോഡി മെമ്പർമാർ അവർ സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പരിപാടി കുറിച്ച് സ്പോൺസർ ചെയ്ത് കടമായി കൊടുത്തുകൊണ്ടാണ് ഈ പരിപാടി പൂർത്തിയാക്കാൻ പോകുന്നത്. ഇത് വലിയ സാമ്പത്തിക ഇരക്കം ഉണ്ടെങ്കിലും ആശാൻ പ്രസ്ഥാനത്തെ ആശാന്റെയും ജന്മവാർഷികം വളരെ മോശമായി കൊണ്ടുപോകുന്നത് ശരിയില്ലാത്തതുകൊണ്ട് തന്നെ വിവിധങ്ങളായ എല്ലാ വർഷവും ചെയ്യുന്ന പോലുള്ള എല്ലാ പരിപാടികളും നമ്മളോടൊപ്പം നടത്തുകയാണ്. അതിൽ നമ്മുടെ കുട്ടികളുടെ മത്സരങ്ങൾ, അതുപോലെ കുട്ടികളുടെ ഡിബേറ്റ്, ക്വിസ് അടക്കമുള്ള പരിപാടികളും, അതിനുശേഷം നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളുടെ ചെറിയ ഡാൻസ് പരിപാടിയും, അത് കഴിഞ്ഞ് 30-ാം തീയതി ജന്മവാർഷികവും അതിന് സമാപനം കുറിച്ചുള്ള നാടകമൊക്കെ നടത്തി ഒന്നിലും ഒരു കുറവും വരുത്താതെ നമ്മൾ ഗംഭീരമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സഹായവും സഹകരണവും വളരെ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വാർത്തകളെല്ലാം തന്നെ നന്നായി ഇതിനെ നിങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിൽ വന്ന പത്രപ്രവർത്തകരെ മുഴുവൻ പേരെയും അസോസിയേഷന് വേണ്ടി സ്വാഗതം ചെയ്തു. ആശാൻ യുവകവി പുരസ്കാരം കണ്ണൂർ ന്യൂമാഹി പെരിങ്ങാട് സ്വദേശി ആതിര ആർ രചിച്ച DC ബുക്സ് പ്രസിദ്ധീകരിച്ച മീനെ മീൻമണമേ എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. പ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് പ്രത്യേകം പറയുന്നില്ല. മുന്നൂറ് പറഞ്ഞാൽ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. പ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ അശോകൻ ചെരുവിൽ മുഖ്യ പ്രഭാഷണം നടത്തും. പുരസ്കാരം സമർപ്പിക്കുന്നത് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, പ്രസംഗകയും നമ്മുടെ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിയുമായ ഡോക്ടർ ദിവ്യ അയ്യർ EAS അവരാണ് യുവകവി പുരസ്കാരം നൽകുന്നത്. യുവകവിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശ്രീമതി നളിനി വിജയരാഘവൻ, ആശാന്റെ ചെറുമകൾ, അതിൽ പങ്കെടുക്കും. അവരാണ് ഈ പ്രൈസിന് വേണ്ടിയുള്ള പൈസ 10,000 രൂപ സംഭാവന ചെയ്യുന്നതെന്നതാണ്. നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന എഴുത്തുകാരി കവി ആതിര ആറാണ്. മീനെ മീൻമണമേ എന്നാണ് ആ സമാഹാരത്തിന്റെ പേര്. ഈ സമാഹാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയ് 25-ാം തീയതിയാണ് ആദ്യ സമാഹാരമായിട്ട് ഈ പുസ്തകം പുറത്തു വരുന്നത്. ഇത് 1 വർഷം കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്ക് 5-ാമത്തെ പതിപ്പാണ്. ഏകദേശം 10,000-ത്തിലധികം പുസ്തകങ്ങൾ വിറ്റുപോയിരിക്കുന്നത്. ഇത് മഹാത്ഭുതമാണ്. ഒരു യുവകവിയുടെ പുസ്തകം 10,000-ത്തിലധികം കോപ്പി 1 വർഷം തികയുന്നതിന് മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് വിറ്റഴിയുക എന്നത് തന്നെ ഒരു വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. DC ബുക്കാണ് ഇത് പ്രകാശനം ചെയ്തിരിക്കുന്നത്. നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം തന്നെ ഇവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2023-ലെ മാതൃഭൂമി വിഷുപ്പതിപ്പ്, അതിന് സമ്മാനാർഹമായ കവിത അതേ കടൽ ഇതിനകത്തുണ്ട്. 2023-ലെ വിഷു, അത് കേരളത്തിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. മാതൃഭൂമി യുവകവി അവാർഡ് വാങ്ങുന്നവർ, യുവകവി അവാർഡോ യുവകഥ അവാർഡോ വാങ്ങുന്നവർ അവർ തീർച്ചയായിട്ടും കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ, കവികൾ ആകുന്നതിൽ ഒരു സംശയമില്ല. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏപ്രിൽ 30 വ്യാഴാഴ്ച പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യുന്ന ജന്മദിന സമ്മേളനത്തിൽ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ അയ്യർ IAS പുരസ്കാരം സമർപ്പിക്കും. ആശാൻ മെമ്മോറിയൽ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ജയപ്രകാശ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമിതി കൺവീനർ ഡോക്ടർ B ഭുവനേന്ദ്രൻ, സെക്രട്ടറി V ലൈജു, ആശാന്റെ ചെറുമകൾ നളിനി വിജയരാഘവൻ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. 154-ാമത് ജന്മദിനാഘോഷം ജന്മസ്ഥലമായ കായിക്കര ആശാൻ സാമ്പത്തിക പരാധീനതകൾ ഉണ്ടെങ്കിൽ പോലും
അതൊക്കെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി ഈ 3 ദിവസത്തെ പരിപാടികളും 28, 29 തീയതികളിലുള്ള കലാസാഹിത്യ മത്സരങ്ങളായാലും കോളേജ് തലത്തിലുള്ള ക്വിസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഈ ഡിബേറ്റുകളായിരുന്നാലും ഒക്കെ തന്നെ മറ്റ് ഏത് സ്ഥാപനങ്ങൾ നടത്തുന്നതിനേക്കാളും പ്രൈസ് മണി ഡിബേറ്റിന് 5000 രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 5000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും. അതുപോലെ ബെസ്റ്റ് ടീമിന് 6000 രൂപയാണ് കൊടുക്കുന്നത്. ഇത് കുറെ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്നും ഒരു കുറവും വരുത്താതെ ഇപ്പോഴും സാഹിത്യ മത്സരങ്ങളിലുള്ള സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് 3000-ഉം 2000-ഉം വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായി വളരെ ഞെരുക്കം നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമ്മൾ ചെയ്യേണ്ട കൃത്യങ്ങൾ ഭംഗിയായി ചെയ്തുകൊണ്ട് കിട്ടേണ്ട ഗ്രാൻഡുകൾ ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു വെല്ലുവിളി എന്നോണം നമ്മളിത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഈ ഗവേണിംഗ് ബോഡി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് നാളെ തുടങ്ങുന്ന ഇതിന്റെ ഈ പ്രസ് കോൺഫറൻസ്. വളരെ ലേറ്റായിട്ടാണെങ്കിലും നമുക്ക് വിളിച്ചു കൂട്ടുവാൻ ഇടയായിട്ടുള്ളത്. കായിക്കര ആശാൻ സ്മാരകത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ജയപ്രകാശ്, സെക്രട്ടറി വി ലൈജു, ട്രഷറർ ഡോക്ടർ ബി ഭുവനേന്ദ്രൻ, ഗവേണിംഗ് ബോഡി അംഗങ്ങളായ സി വി സുരേന്ദ്രൻ, ജെയിൻ കെ തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, അഞ്ചുതെങ്ങ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Fashion jewelry, wholesalers and manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി